2/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലിരുന്ന് പാപം കത്തിക്കുന്നതിനു വേണ്ടി വന്നിരിക്കുന്നു. അതിനാൽ ബുദ്ധിയോഗം നിഷ്ഫലമായി പോകരുത്. ഈ കാര്യത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ വയ്ക്കണം. ചോദ്യം: ഏതൊരു സൂക്ഷ്മ വികാരം പോലും അന്തിമത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു? ഉത്തരം: അഥവാ സൂക്ഷ്മത്തിൽ പോലും അത്യാഗ്രഹത്തിൻ്റെ വികാരമുണ്ടെങ്കിൽ, ഏതെങ്കിലും വസ്തു അത്യാഗ്രഹം കാരണം സ്വരൂപിച്ച് തൻ്റെ അടുത്ത് ശേഖരിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ, അത് അന്തിമത്തിൽ പ്രശ്നത്തിൻ്റെ രൂപത്തിൽ ഓർമ്മ വരുന്നു. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, തൻ്റെ അടുക്കൽ യാതൊന്നും വയ്ക്കാതിരിക്കൂ. നിങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളെയും ഒതുക്കി ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ ശീലം ഉണ്ടാക്കണം. അതിനാൽ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഓം ശാന്തി. കുട്ടികളെ ദിവസവും ഓർമ്മിപ്പിക്കുന്നു, ദേഹി അഭിമാനിയാകൂ. കാരണം ബുദ്ധി അവിടെയും ഇവിടെയും പോകുന്നു. അജ്ഞാനകാലത്തിലും കഥയും വാർത്തയും കേൾക്കുമ്പോൾ ബുദ്ധി പുറത്ത് അലയുന്നു, ഇവിടെയും അലയുന്നു. അതിനാൽ ദിവസവും പറയുന്നു, ദേഹി അഭിമാനിയാകൂ. അവർ പറയും, നമ്മൾ എന്ത് കേൾപ്പിക്കുന്നോ അതിൻ്റെ മേൽ ശ്രദ്ധ നൽകൂ, ധാരണ ചെയ്യൂ. ഏതൊരു ശാസ്ത്രം കേൾപ്പിക്കുന്നോ ആ വാക്കുകൾ ശ്രദ്ധയിൽ വയ്ക്കൂ. ഇവിടെയാണെങ്കിൽ ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ സ്റ്റുഡൻസ് ഏവരും ദേഹി അഭിമാനിയായി ഇരിക്കൂ. ശിവ് ബാബ വരുന്നത് പഠിപ്പിക്കാനാണ്. ശിവ് ബാബ പഠിപ്പിക്കാൻ വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കോളേജും ഉണ്ടായിരിക്കില്ല. പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇങ്ങനെയുള്ള സ്കൂൾ ഉണ്ടായിരിക്കേണ്ടത് തന്നെയാണ്. സ്റ്റുഡൻറ് ഇരിക്കുകയാണ്. പരംപിത പരമാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ശിവ് ബാബ നമ്മെ പഠിപ്പിക്കാൻ വരുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾക്ക് പാവനമാകണമെങ്കിൽ എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നാൽ മായ അടിക്കടി മറപ്പിക്കുന്നു. അതിനാൽ ബാബ മുന്നറിയിപ്പ് നൽകുന്നു. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഈ കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ഭഗവാൻ ആരാണ്? ഭഗവാൻ പതീത പാവനാണ്, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ആ ഒന്ന് എവിടെയാണ്? ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. എപ്പോഴാണോ ഏതെങ്കിലും ആപത്തുകൾ വരുന്നത്, അപ്പോൾ പറയുന്നു, ഹേ ഭഗവാനെ, ദയ കാണിക്കൂ. ആരെയെങ്കിലും രക്ഷിക്കണം എന്നുണ്ടെങ്കിലും പറയുന്നു, ഹേ ഭഗവാനെ, ഓ ഗോഡ്, നമ്മളെ ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. ദുഃഖം എല്ലാവർക്കുമുണ്ട്. സത്യയുഗത്തെ സുഖധാമം എന്ന് പറയുന്നു, കലിയുഗത്തെ ദുഃഖധാമം എന്ന് പറയുന്നു എന്നത് ഉറച്ച രീതിയിൽ അറിയുന്നുണ്ട്. എന്നിട്ടും മായ മറപ്പിക്കുന്നു എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. ഈ ഓർമ്മയിൽ ഇരുത്തുന്നതിൻ്റെ സമ്പ്രദായവും ഡ്രാമയിലുണ്ട്. കാരണം ധാരാളം പേരുണ്ട്, അവർ മുഴുവൻ ദിവസവും ഓർമ്മിക്കുന്നില്ല, ഒരു മിനിറ്റ് പോലും ഓർമ്മിക്കുന്നില്ല. പിന്നെ ഓർമ്മ വരുത്തുന്നതിനായി ഇവിടെ ഇരുത്തുന്നു. ഓർമ്മിക്കുന്നതിൻ്റെ യുക്തി പറഞ്ഞു കൊടുക്കുന്നു, ഉറച്ചവരായി മാറുന്നതിന് വേണ്ടി. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നമുക്ക് സദോ പ്രധാനം ആകേണ്ടത്. സദോ പ്രധാനമാകുന്നതിന് ബാബ ഫസ്റ്റ് ക്ലാസ് റിയൽ യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. പതീത പാവനൻ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് വന്ന് യുക്തി പറഞ്ഞു തരുന്നു. ഇവിടെ കുട്ടികളായ നിങ്ങൾ ശാന്തിയിലിരിക്കുന്നത് ബാബയുമായി യോഗം ഉണ്ടായിരിക്കുമ്പോഴാണ്. അഥവാ ബുദ്ധിയുടെ യോഗം അവിടെയും ഇവിടെയും പോയെങ്കിൽ ശാന്തിയിൽ അല്ല, അതിനർത്ഥം അശാന്തമാണ്. എത്ര സമയം അവിടെയും ഇവിടെയും ബുദ്ധിയോഗം പോയോ അത് നിഷ്ഫലമായി. കാരണം പാപം ഇല്ലാതാകുന്നില്ല. പാപം എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്നത് ലോകം അറിയുന്നില്ല. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിലിരിക്കൂ. എപ്പോൾ വരെയും ഓർമ്മയുടെ കമ്പി, അതായത് കണക്ഷൻ യോജിച്ചിരിക്കുന്നോ അത്രയും സമയം സഫലതയാണ്. അല്പമെങ്കിലും ബുദ്ധി അവിടെയും ഇവിടെയും പോയെങ്കിൽ ആ ടൈം വേസ്റ്റായി, നിഷ്ഫലമായി. ബാബയുടെ ഡയറക്ഷനാണ്, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ.
അഥവാ ഓർമ്മിച്ചില്ലെങ്കിൽ നിഷ്ഫലമായി. ഇതിലൂടെ എന്തുണ്ടാകും? നിങ്ങൾ വേഗം സദോ പ്രധാനമാകില്ല, പിന്നെ ശീലമായി മാറും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ആത്മാവ് ഈ ജന്മത്തെ പാപം അറിയുന്നുണ്ട്. അഥവാ എനിക്ക് ഓർമ്മയില്ല എന്നാരെങ്കിലും പറയുന്നു എന്നിരിക്കട്ടെ. എന്നാൽ ബാബ പറയുന്നു, 3-4 വയസ്സ് മുതൽ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടായിരിക്കും. പിന്നീട് ഉണ്ടാകുന്ന അത്രയും പാപം തുടക്കത്തിൽ ഉണ്ടാകുന്നില്ല. ദിനം പ്രതിദിനം ക്രിമിനൽ ആയി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ത്രേതായിൽ 2 കല കുറഞ്ഞു പോകുന്നു. ചന്ദ്രൻ്റെ 2 കല എത്ര സമയം കൊണ്ടാണ് കുറയുന്നത്? പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ 16 കല സമ്പൂർണമെന്നും ചന്ദ്രനെ പറയുന്നു, സൂര്യനെ പറയുന്നില്ല. ചന്ദ്രൻ്റേത് 1 മാസത്തെ കാര്യമാണ്. ഇത് പിന്നെ കൽപ്പത്തിൻ്റെ കാര്യമാണ്. ദിനം പ്രതിദിനം താഴെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഓർമ്മയുടെ യാത്രയിലൂടെ മുകളിലേക്ക് കയറുവാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഓർമ്മിക്കുകയും മുകളിൽ കയറുകയും ചെയ്യേണ്ട ആവശ്യമില്ല. സത്യയുഗത്തിന് ശേഷം വീണ്ടും ഇറങ്ങേണ്ടതുണ്ട്. സത്യയുഗത്തിലും ഓർമ്മിക്കുകയാണെങ്കിൽ താഴെ ഇറങ്ങുകയില്ല. ഡ്രാമ അനുസരിച്ച് ഇറങ്ങുക തന്നെ വേണം. അപ്പോൾ ഓർമ്മിക്കുകയേ ചെയ്യുന്നില്ല. തീർച്ചയായും ഇറങ്ങുകയും വേണം. പിന്നെ ഓർമ്മിക്കുന്നതിൻ്റെ ഉപായം ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം മുകളിലേക്ക് പോകേണ്ടതുണ്ട്. സംഗമത്തിൽ തന്നെയാണ് ബാബ വന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കയറുന്ന കല ആരംഭിക്കുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ സുഖധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ സുഖധാമത്തിലേക്ക് പോകണമെങ്കിൽ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ നിങ്ങളുടെ ആത്മാവ് സദോ പ്രധാനമായി മാറും. നിങ്ങൾ ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വൈകുണ്ഠം ലോകത്തിൽ നിന്നും തികച്ചും വേറിട്ടതാണ്. വൈകുണ്ഠം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. കൽപ്പത്തിൻ്റെ ആയുസ് നീണ്ടതാക്കുന്നത് കാരണം മറന്നുപോയി. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് വൈകുണ്ഠം വളരെ സമീപം കാണപ്പെടുന്നു. ബാക്കി അല്പം സമയമാണുള്ളത്. ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് കുറവുള്ളത്. അതിനാൽ ഇപ്പോൾ ടൈമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓർമ്മയുടെ യാത്ര എത്ര ഉണ്ടാകണമോ അത്രയും ഇല്ല. നിങ്ങൾ ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് സന്ദേശം എത്തിക്കുന്നു. ആർക്കെങ്കിലും സന്ദേശം നൽകുന്നില്ലെങ്കിൽ അതിനർത്ഥം സർവീസ് ചെയ്യുന്നില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന സന്ദേശം മുഴുവൻ ലോകത്തിലും എത്തിക്കേണ്ടതുണ്ട്. ഗീത പഠിക്കുന്നവർ അറിയുന്നുണ്ട്. ഒരേ ഒരു ഗീതാശാസ്ത്രത്തിലാണ് ഈ മഹാവാക്യം ഉള്ളത്. എന്നാൽ അതിൽ ശ്രീകൃഷ്ണ ഭഗവാനുവാച എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആരെ ഓർമ്മിക്കും? ശിവന്റെ ഭക്തി ചെയ്യുന്നുണ്ട് എങ്കിലും ശ്രീമത്തിലൂടെ നടക്കാൻ തക്കവണ്ണം യഥാർത്ഥ ജ്ഞാനം ഇല്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിക്കുന്നു. ഇതിന് മുൻപേ ഉണ്ടായിരുന്നത് മാനവ മതമാണ്. രണ്ടും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. മാനവ മതം പറയുന്നു ഈശ്വരൻ സർവവ്യാപിയാണ്. ഈശ്വരൻ്റെ മതം അങ്ങനെ പറയുന്നില്ല. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നതിനായി. അപ്പോൾ തീർച്ചയായും ഇത് നരകമാണ്. ഇവിടെ 5 വികാരങ്ങൾ എല്ലാവരിലും പ്രവേശിച്ചിരിക്കുന്നു. വികാരി ലോകമാണ്. അതിനാൽ ഞാൻ വന്നിരിക്കുകയാണ് നിർവികാരി ആക്കുന്നതിന് വേണ്ടി. ആരാണോ ഈശ്വരൻ്റെ സന്താനങ്ങൾ ആയിരിക്കുന്നത് അവരുടെ അടുക്കൽ വികാരമുണ്ടായിരിക്കുക സാധ്യമല്ല. രാവണന്റെ ചിത്രം 10 തല ഉള്ളത് കാണിക്കുന്നു. രാവണന്റെ സൃഷ്ടി നിർവികാരിയാണ് എന്നൊരിക്കലും ആർക്കും പറയാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ രാവണ രാജ്യമാണ്. എല്ലാവരിലും 5 വികാരമുണ്ട്. സത്യയുഗത്തിൽ രാമരാജ്യമാണ്, ഒരു വികാരവുമില്ല. ഈ സമയം മനുഷ്യർ എത്ര ദുഃഖിതരാണ്. ശരീരത്തിന് എത്ര ദുഃഖമേൽക്കുന്നു. ഇത് ദുഃഖധാമമാണ്. സുഖധാമത്തിലാണെങ്കിൽ ശാരീരിക ദുഃഖവും ഉണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ എത്ര ഹോസ്പിറ്റൽസ് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനെ സ്വർഗം എന്ന് പറയുന്നതും വലിയ തെറ്റാണ്. മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. മറ്റേ പഠനമാണെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. പരീക്ഷ പാസ്സായി ജോലിയിൽ കയറി.
ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്ദേശം നൽകണം. കേവലം ഒരു ബാബ മാത്രം നൽകുകയില്ല. ആര് വളരെ സമർത്ഥരാണോ അവരെ ടീച്ചർ എന്ന് പറയുന്നു. സാമർഥ്യം കുറഞ്ഞവരാണെങ്കിൽ അവരെ സ്റ്റുഡൻറ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്ദേശം നൽകേണ്ടതുണ്ട്. ചോദിക്കണം, ഭഗവാനെ അറിയുന്നുണ്ടോ? ആ ഒന്ന് സർവരുടെയും പിതാവാണ്. അപ്പോൾ മുഖ്യ കാര്യം ഇതാണ്, ബാബയുടെ പരിചയം നൽകണം. കാരണം ആരും അറിയുന്നില്ല. ഉയർന്നതിലും ഉയർന്ന പിതാവാണ്. മുഴുവൻ വിശ്വത്തെയും പാവനമാക്കുന്നവനാണ്. മുഴുവൻ വിശ്വവും പാവനമായിരുന്നു. അതിൽ ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ധർമ്മത്തിലുള്ളവർക്കും നമ്മൾ പുതിയ ലോകത്തിൽ വന്നിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അവർ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് മുൻപേ ചിലർ വന്നിട്ട് പോയി. ക്രൈസ്റ്റും തീർച്ചയായും ഒരാളിൽ വരും. അദ്ദേഹത്തിന് മുമ്പേ തീർച്ചയായും ചിലർ ഉണ്ടായിരുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നു എന്നതും ആരും അംഗീകരിക്കുന്നില്ല. ബ്രാഹ്മണർ തീർച്ചയായും വേണമല്ലോ. ബ്രാഹ്മണർ എവിടെ നിന്നും വരും? തീർച്ചയായും ബ്രഹ്മാവിൽ നിന്ന് തന്നെ വരുമല്ലോ. ശരി, ബ്രഹ്മാവിൻ്റെ പിതാവിനെ കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാവ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ആ ഒന്നിന് ഒരു സാകാര ഫാദർ ഇല്ല. ബ്രഹ്മാവിൻ്റെ സാകാര പിതാവ് ആരാണ്? ആർക്കും പറയാൻ സാധിക്കില്ല. ബ്രഹ്മാവ് എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. പ്രജാപിതാവുമാണ്. ഏതുപോലെ നിരാകാരമായ ശിവബാബ എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ പിതാവ് ആരാണെന്ന് പറയൂ. പിന്നെ സാകാര പ്രജാപിത ബ്രഹ്മാവിൻ്റെ പിതാവിനെ പറയൂ. ശിവബാബ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതല്ല. ഈ ദേഹം അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ദേഹത്തെ ശിവബാബ അഡോപ്റ്റ് ചെയ്തു എന്നാണ് പറയുക. വിഷ്ണുവിനെ ശിവബാബ അഡോപ്റ്റ് ചെയ്തു എന്ന് പറയില്ല. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്, ബ്രഹ്മാവ് തന്നെ വിഷ്ണുവാകുന്നു. അഡോപ്റ്റ് ആയിട്ടില്ല. ശങ്കറിനെ കുറിച്ചും പറയുന്നു. ശങ്കറിന് പാർട്ടൊന്നുമില്ല. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവ്. ഇത് 84ൻ്റെ ചക്രമാണ്. ശങ്കർ പിന്നെ എവിടെ നിന്നും വന്നു? അതിൻ്റെ രചന എവിടെ? ബാബയുടെ രചനയുണ്ട്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ബ്രഹ്മാവിൻ്റെ രചനയാണ് എല്ലാ മനുഷ്യരും. ശങ്കറിൻ്റെ രചന എവിടെ? ശങ്കറിലൂടെ ഏതെങ്കിലും മനുഷ്യലോകം രചിക്കപ്പെടുന്നില്ല. ബാബ വന്ന് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും കുട്ടികൾ അടിക്കടി മറന്നു പോകുന്നു. ഓരോരുത്തരുടെയും ബുദ്ധി നമ്പർ വൈസാണല്ലോ. എത്രത്തോളം ബുദ്ധിയുണ്ടോ അത്രയും ടീച്ചറിൻ്റെ പഠനം ധാരണ ചെയ്യാൻ സാധിക്കും. ഇത് പരിധിയില്ലാത്ത പഠനമാണ്. പഠനം അനുസരിച്ച് തന്നെയാണ് നമ്പർ അനുസരിച്ച് പദവി നേടുന്നത്. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പഠനം ഒന്നു തന്നെയാണ്. എന്നാൽ ഡിനാസ്റ്റി ഉണ്ടാകുന്നുവല്ലോ. നമ്മൾ ഏതൊരു പദവി നേടും എന്നതും ബുദ്ധിയിൽ വരേണ്ടതാണ്. രാജാവാകുന്നത് പ്രയത്നമുള്ള കാര്യമാണ്. രാജാക്കന്മാരുടെ അടുക്കൽ ദാസദാസിമാരും വേണം. ദാസദാസിമാർ ആരാണാകുന്നത്? ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഓരോരുത്തർക്കും ദാസിമാരെ ലഭിക്കുന്നുണ്ടാകും. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിൽ ദാസദാസിമാരാകും വിധത്തിൽ പഠിക്കാൻ പാടില്ല. ഉയർന്നവർ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. സത്യമായ ശാന്തി ബാബയുടെ ഓർമ്മയിലാണുള്ളത്. അല്പമെങ്കിലും ബുദ്ധി അവിടെയും ഇവിടെയും പോയെങ്കിൽ ടൈം വേസ്റ്റ് ആകും. സമ്പാദ്യം കുറഞ്ഞു പോകും. സദോ പ്രധാനമാകാൻ സാധിക്കില്ല. ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കൈകൾ കൊണ്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കൂ. ഹൃദയം കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. ശരീരത്തെ ആരോഗ്യകരമാക്കി വയ്ക്കുന്നതിനായി ചുറ്റിക്കറങ്ങുകയും മറ്റും ചെയ്തുകൊള്ളൂ. എന്നാൽ ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. അഥവാ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും ഇവിടെയുമുള്ള വ്യർത്ഥ കാര്യങ്ങൾ പറയരുത്. ഓരോരുത്തരുടെയും ഹൃദയം ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചുറ്റിക്കറങ്ങൂ. പുരോഹിതന്മാരും പൂർണ്ണമായും ശാന്തിയിൽ പോകുന്നു.
നിങ്ങൾ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ സമയവും സംസാരിക്കുകയില്ല. പിന്നെ നാവിനെ ശാന്തിയിൽ കൊണ്ടുവരണം. ശിവബാബയുടെ ഓർമ്മയിൽ റേസ് ചെയ്യണം. ഏതുപോലെ ഭക്ഷണത്തിൻ്റെ സമയത്ത് ബാബ പറയുന്നു, ഓർമ്മയിൽ ഇരുന്ന് കഴിക്കൂ, തൻ്റെ ചാർട്ട് നോക്കൂ. ബാബ, അതായത് ബ്രഹ്മാവ്, സ്വന്തം കാര്യം പറയുന്നു, ഞാൻ മറന്നു പോകുന്നു, പരിശ്രമിക്കുന്നുണ്ട്. ബാബയോട് പറയുന്നു, ബാബ, ഞാൻ മുഴുവൻ സമയവും ഓർമ്മയിലിരിക്കും. അങ്ങ് എൻ്റെ ചുമ നിർത്തി തരൂ, ഷുഗർ കുറച്ചു തരൂ. സ്വയം ഏതൊരു പ്രയത്നം ചെയ്യുന്നുവോ അത് പറയുന്നു. എന്നാൽ ഞാൻ സ്വയമേ മറന്നു പോകുന്നു. അപ്പോൾ ചുമ എങ്ങനെ കുറയും? ഏത് കാര്യങ്ങൾ ബാബയോട് സംസാരിക്കുന്നോ അത് സത്യമായി കേൾപ്പിക്കുന്നു. ബാബ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നു. കുട്ടികൾ ബാബയെ കേൾപ്പിക്കുന്നില്ല, ലജ്ജ തോന്നുന്നു. ചൂലുകൊണ്ട് തൂക്കുകയാണെങ്കിലും ആഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ശിവ് ബാബയുടെ ഓർമ്മയിൽ ഉണ്ടാക്കൂ, അപ്പോൾ ശക്തി വരും. ഈ യുക്തിയും വേണം. ഇതിൽ നിങ്ങളുടെ തന്നെ മംഗളമുണ്ടാകും. പിന്നെ നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ആകർഷണമുണ്ടാകും. അന്യോന്യം ആകർഷണം ഉണ്ടാകുന്നുവല്ലോ. എത്രത്തോളം നിങ്ങൾ കൂടുതൽ ഓർമ്മയിലിരിക്കുമോ അത്രയും നല്ല നിശബ്ദത ഉണ്ടാകും. പരസ്പരമുള്ള പ്രഭാവം ഡ്രാമയനുസരിച്ച് ഉണ്ടാകുന്നു. ഓർമ്മയുടെ യാത്ര വളരെ മംഗളകാരിയാണ്. ഇതിൽ അസത്യം പറയേണ്ട കാര്യമില്ല. സത്യമായ ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ സത്യത ഉള്ളവരായി നടക്കണം. കുട്ടികൾക്ക് സർവ്വതും ലഭിക്കുന്നു. വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. അപ്പോൾ പിന്നെ അത്യാഗ്രഹം കാണിച്ച് 10-20 സാരികളും മറ്റും എന്തിന് സ്വരൂപിക്കുന്നു? അഥവാ വളരെയധികം വസ്തുക്കൾ സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്തും ഓർമ്മ വരും. അതിനാൽ ഈ ഉദാഹരണവും നൽകുന്നു. സ്ത്രീ അയാളോട് പറഞ്ഞു, ഊന്നുവടിയും ഉപേക്ഷിക്കൂ, ഇല്ലെങ്കിൽ ഇതും ഓർമ്മ വരും. യാതൊന്നും ഓർമ്മയുണ്ടായിരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ തനിക്ക് തന്നെ പ്രശ്നങ്ങൾ കൊണ്ടുവരികയാണ്. അസത്യം പറയുന്നതിലൂടെ 100 മടങ്ങ് പാപം കയറുന്നു. ശിവ് ബാബയുടെ ഭണ്ഡാര സദാ നിറഞ്ഞിരിക്കുന്നു. കൂടുതൽ വയ്ക്കുന്നതിൻ്റെ പോലും എന്താവശ്യമാണുള്ളത്? ആരുടേതെങ്കിലും മോഷണം പോവുകയാണെങ്കിൽ എല്ലാം നൽകപ്പെടുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ബാബയിൽ നിന്നും രാജപദം ലഭിക്കുകയാണ്. അപ്പോൾ പിന്നെ വസ്ത്രമോ മറ്റോ ലഭിക്കുകയില്ലേ? കേവലം വ്യർത്ഥമായി ചിലവഴിക്കരുത്. കാരണം അബലകൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപനയിൽ സഹായിക്കുന്നത്. അവരുടെ പൈസ ഇങ്ങനെ നശിപ്പിക്കരുത്. അവർ നിങ്ങളുടെ പരിപാലന ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയാണ് അവരുടെ പരിപാലനം ചെയ്യുക എന്നത്. ഇല്ലെങ്കിൽ പിന്നെ 100 മടങ്ങ് പാപം ശിരസിൽ കയറുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബയുടെ ഓർമ്മയിലിരിക്കുന്ന സമയത്ത് അല്പം പോലും ബുദ്ധി അവിടെയും ഇവിടെയും അലയാൻ പാടില്ല. സദാ സമ്പാദ്യം ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഓർമ്മ നിശബ്ദത ഉണ്ടാകും വിധത്തിൽ ആയിരിക്കണം. ശരീരത്തെ ആരോഗ്യകരമാക്കി വയ്ക്കുന്നതിനായി ചുറ്റി സഞ്ചരിക്കുവാനായി പോകുന്നുവെങ്കിൽ പരസ്പരം അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ അഥവാ പരചിന്തനം നടത്തരുത്. നാവിനെ ശാന്തിയിൽ വച്ച് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ റേസ് ചെയ്യണം. ഭോജനവും ബാബയുടെ ഓർമ്മയിൽ കഴിക്കണം. വരദാനം. നിശ്ചയബുദ്ധിയായി ദുർബല സങ്കല്പങ്ങളുടെ വലയെ സമാപ്തമാക്കുന്ന സഫലതാ സമ്പന്നരായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും മെജോറിറ്റി കുട്ടികൾ ദുർബല സങ്കല്പങ്ങളെ സ്വയമേ തന്നെ എമർജ് ചെയ്യുന്നു. ചിന്തിക്കുന്നു, സംഭവിക്കുമോ അതോ സംഭവിക്കില്ലേ, എന്ത് സംഭവിക്കും എന്നറിയില്ല. ഈ ദുർബല സങ്കല്പം തന്നെയാണ് ചുമരായി മാറുന്നത്. സഫലത ആ ചുമരിനുള്ളിൽ മറഞ്ഞു പോകുന്നു. മായ ദുർബല സങ്കല്പങ്ങളുടെ വല വിരിക്കുന്നു. ആ വലയിൽ കുടുങ്ങിപ്പോകുന്നു. അതിനാൽ ഞാൻ നിശ്ചയബുദ്ധി വിജയിയാണ്.
സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഈ സ്മൃതിയിലൂടെ ദുർബല സങ്കല്പങ്ങളെ സമാപ്തമാക്കൂ. സ്ലോഗൻ: മൂന്നാമത്തെ ജ്വാലാമുഖി നേത്രം തുറന്നിരിക്കട്ടെ. അപ്പോൾ മായ ശക്തിഹീനമായി മാറും. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഞാൻ ശാന്തിയുടെ സാഗരനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. ദിവ്യ ജ്യോതിസായ ശിവ് ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. പരമാത്മാ ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.